ഫ്രഞ്ച് പാസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ആദ്യം തന്നെ ഫ്രഞ്ച് മാക്കറോൺസ് ആണ് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരെണ്ണം. അതുപോലെ തന്നെ കേക്ക്സിലായാലും നല്ല ഭംഗിയാണ് അവരുടെ കേക്ക്സൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോണത് ഒരു ഫ്രഞ്ച് പാസ്ട്രിയാണ്, ഒപ്പേര കേക്ക്. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. നമ്മളുടെ ഈ ഒപ്പേര കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആൽമണ്ട് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. രണ്ടാമത്തേത് നമുക്കൊരു കോഫി ബട്ടർക്രീം ഉണ്ടാക്കണം. പിന്നെ ഒരു കോഫി സിറപ്പ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കൊരു ഗനാഷ് ഉണ്ടാക്കണം. ഈ 4 പ്രോസസ്സും കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ഒപ്പേര കേക്ക് റെഡി ആവണത്. അപ്പോൾ നമുക്ക് ആൽമണ്ട് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മെറിൻഗ് ഉണ്ടാക്കണം. അപ്പോൾ മെറിൻഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ സോൾട്ടും കൂടിയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ബൗളിലോട്ട് മാറ്റി നമ്മളുടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എഗ് വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ട പ്രൊസീജിയറാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരിപ്പ എടുക്കാം. ഇതിലോട്ട് ഞാനൊരു 140 ഗ്രാംസ് ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൽമണ്ട് ഫ്ലോർ വീട്ടിൽ പൊടിക്കാൻ പറ്റുമോ, അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാനിവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ടിൻ്റെ ഫ്ലേക്സ് വാങ്ങിച്ചിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതാണ്. ഇത് ഞാൻ 140 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളുടെ പൗഡേർഡ് ഷുഗർ വീണ്ടും ഒരു 140 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആൽമണ്ട്സ് വാങ്ങിച്ച് പൊടിച്ച കാരണം ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കുക. കട്ടകൾ നമ്മൾ മാറ്റാം. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ച ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഒരു 5 എഗ്സ് ചേർക്കാൻ പോവാണ്. നമ്മൾ ബോത്ത് എഗ് വൈറ്റ്സും യോക്സും എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് വിസ്ക് ചെയ്തെടുക്കണം. നമ്മളിനി ഇതിലോട്ട് ഒരു 30 ഗ്രാം ഗ്രാനുലേറ്റഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 30 ഗ്രാംസ് ഫ്ലോർ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ മെറിൻഗ് അടിച്ച് മാറ്റി വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഇതിലോട്ട് ഒരു 30 ഗ്രാംസ് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളുടെ ആൽമണ്ട് സ്പഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിനെ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാൻ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ജസ്റ്റ് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇന്ന പോർഷൻ്റെ അളവിൽ ഒരു ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് സെൻറ്ററിലായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇന്ന പോർഷൻ ഇങ്ങനെ വരും. ഇനി ഇതിലോട്ട് നമ്മളുടെ ബാറ്ററിന് ഒഴിച്ചു കൊടുക്കാം.
നമ്മളെ ബാറ്റർ ഒരു 1/3 ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചില വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കാം. നമുക്ക് നല്ല ഓവർ ഹൈറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സിമ്പിൾ ലെയർ, ഓരോ ലെയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ലെയർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കാം. ഇത് നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 to 10 minutes ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ചിലർക്കത് ഓവൻ്റെ ചൂട് പോലെ ചിലപ്പോൾ 5 minutes ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാൽ മതി. ജസ്റ്റ് ഒന്ന് പൊന്തി വരുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 8 to 10 minutes എൻ്റെ OTGയിൽ വെച്ചിട്ട് ഞാനൊന്ന് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കോഫി ബട്ടർ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ ഒരു ലെയറായിട്ട് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 50 grams ഓഫ് വാട്ടർ ഉണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 gram സോൾട്ട്, ഒരു 3 gram കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, നമ്മളത് നേരത്തെ കോഫിയൊക്കെ ഉണ്ടാക്കി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് ഒരു 65 grams എഗ് യോക്സ്, അതായത് ഏകദേശം ഒരു 4 മുട്ടയുടെ ഉണ്ണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബൗളിലോട്ട് ഇടാം. ഇതിലോട്ട് നമ്മളൊരു 135 grams ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളുടെ എഗ് യോക്ക് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കോഫി സിറപ്പ് ഇത് നമ്മളിതിലോട്ട് ആഡ് ചെയ്യാണ്. ടു 270 grams ബട്ടർ അൺസോൾട്ടഡ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കോഫി ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്നും മാറ്റി വെക്കുകയാണ്. നമുക്ക് ഡിസൈൻ ചെയ്യണ നേരത്ത് ഇതെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്സ്റ്റ് ഗനാഷെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 140 grams വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇതൊന്ന് ജസ്റ്റ് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 140 grams ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, അഥവാ കോമ്പൗണ്ട്. നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോമ്പൗണ്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് നമ്മളെ കോമ്പൗണ്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു 18 grams കോൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ആയാലും ജലാറ്റിൻ ആയാലും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒരു 10 minute വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസിൻ്റെ ഷീറ്റാണ് ആഡ് ചെയ്യണത്. ഒരു 2 gram ഒക്കെ മതിയാവും, അധികം വേണ്ട. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസ് ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഗനാഷ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട്, അതായത് നല്ല ചൂടൊന്ന് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ആക്കാനായിട്ട് നമുക്കൊന്ന് വയ്ക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടത് ഒരു കോഫി സിറപ്പാണ്. ഇത് ഒരു ഷുഗർ കം കോഫി സിറപ്പാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വയ്ക്കുക. അതിലോട്ട് ഒരു ഏകദേശം 90 grams വാട്ടർ ഒഴിച്ചു കൊടുക്കുക. 70 grams ഷുഗർ, ഒരു 3 gram കോഫി പൗഡർ, മൂന്നും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വെക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഇനി നമ്മളുടെ ഒപ്പേര കേക്കിനെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ ലെയർ താഴത്തുനിന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റണം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിവിടെ ഫസ്റ്റ് പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി സിറപ്പ് കുറച്ച് എല്ലായിടത്തോട്ടും ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഫി ബട്ടർ ക്രീം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തേർഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മളുടെ ഗനാഷ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ലെയറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ലെയറായിട്ട്, നേരത്തെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്, ഓരോ ലെയർ കഴിഞ്ഞിട്ടും ഗനാഷ് ഒഴിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ ലെയറിൽ ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോഫി ബട്ടർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ മിനിമം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഒപ്പേര കേക്കിൻ്റെ ബേസൊക്കെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷ് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിപ്പോൾ നന്നായിട്ട് നമ്മൾ ചൈന ഗ്രാസൊക്കെ ആഡ് ചെയ്ത കാരണം സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, അതായത് നല്ല കടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ തിരിച്ച് ആദ്യത്തെ സ്റ്റേജിലോട്ട്, ഒഴിക്കാൻ പറ്റുന്ന സ്റ്റേജിലോട്ട് വരും. ആ സ്റ്റേജിൽ നമ്മൾ ഇനി ഇതിനെ ഒഴിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. സ്ക്വയർ കട്ടർ വെച്ചിട്ട് നമ്മളിതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ഗനാഷ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഗനാഷ് ഒഴിച്ച് സെറ്റ് ചെയ്യണത് നമുക്കൊരു ഏകദേശം ഒരു 1 മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒഴിച്ചിട്ടുള്ള ലാസ്റ്റ് ലെയർ നല്ല ഭംഗിയിൽ സെറ്റായി കിട്ടും. അപ്പം നമ്മൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ അരികുവശങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. എന്നിട്ട് ഈ ഒരു സ്ക്വയർ കട്ടിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് നമ്മളത് നല്ലതായിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിതെടുത്തിട്ട് വേറൊരു ഇതിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുടെ
ഒപ്പേര കേക്ക് ഇവിടെ റെഡി ആയേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ലൈസ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആൾ നല്ല ഐസ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ട്, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിത് മെൽറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സ്വേൾസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഒപ്പേര കേക്ക് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്ന ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് തന്നെ അടിച്ച് കളയാണ്ട് കാണണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കോഫിയുടെ ഒരു സ്മെല്ല് അധികം ഉണ്ടായിരിക്കും, അതാണ് ആ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നെ അറിയിക്കാൻ മറക്കരുത്. So thank you so much for watching our videos. Take care. Bye bye.